2025-26 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് റിസൾട്ട് വന്നപ്പോൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലയിലെ മികച്ച വിജയം. മേമുണ്ട സ്കൂളിലെ 21 വിദ്യാർത്ഥികൾക്ക് NMMS സ്കോളർഷിപ്പ് ലഭിച്ചു. പരീക്ഷ എഴുതിയ 238 വിദ്യാർത്ഥികൾ യോഗ്യതയും നേടി. NMMS സ്കോളർഷിപ്പ് വിജയത്തിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നാമതും കോഴിക്കോട് ജില്ലയിൽ മൂന്നാമതുമാണ് മേമുണ്ട സ്കൂൾ. NMMS സ്കോളർഷിപ്പ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് വർഷം 12,000 രൂപ വെച്ച് 9ാം ക്ലാസ് മുതൽ +2 വരെ ആകെ 48,000 രൂപ സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൽ താഴെയുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് NMMS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ കഴിയുക. 127 മാർക്കാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഈ വർഷം കട്ട് ഓഫ് മാർക്കായി നിശ്ചയിച്ചത്. കുട്ടികളുടെയും അധ്യാപകരുടെയും നിരന്തര പരിശ്രമം മൂലമാണ് മേമുണ്ടയ്ക്ക് ഈ ചരിത്ര വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ജൂലൈ മാസം മുതൽ ആരംഭിച്ച 6 മാസത്തെ ചിട്ടയായ പരിശീലനമാണ് ഗണിതാധ്യാപകൻ ആബിദ് മാഷ് കൺവീനറായ NMMS കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് നൽകിയത്. നിരവധി മോഡൽ പരീക്ഷകളും വിദ്യാർത്ഥികൾക്കായി നടത്തി. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളുടെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവൽ കൂടിയായിരിക്കുകയാണ് ഈ NMMS വിജയം. വടകര വിദ്യാഭ്യാസ ജില്ലയിൽ വർഷങ്ങളായി NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മേമുണ്ടയാണ് 1ാം സ്ഥാനം നിലനിർത്തുന്നത്. സിയോണ ഷാജി, അഷിൻ കൃഷ്ണ, മുഹമ്മദ് മിഹ്സാൻ, ഹെംന ഷാ, മുഹമ്മദ് അഷ്ഫാഖ്, അനന്ത, മൃദുൽ, ആരാധ്യ, ആൻമിയ ശ്രീജിത്ത്, നിയോമ, ആഷ്ഫിനസ് രാജീവ്, ആരോമൽ, തേജശ്രീ രമേശൻ, മാനവ്, നൈനിക, മുഹമ്മദ് ഹാദിഫ്, അർപ്പിത് സുരേഷ്, പി അനന്തു, ഷാരോൺ ഷിബു, ആൽവിൻ ഷിബു, ഇഷാനി ബിജു എന്നിവരാണ് ഈ വർഷം മേമുണ്ട സ്കൂളിൽ നിന്ന് NMMS സ്കോളർഷിപ്പ് നേടിയ 21 വിദ്യാർത്ഥികൾ. ഇവരെ മേമുണ്ട സ്കൂൾ PTA, മാനേജ്മെന്റ്, സ്റ്റാഫ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് അനുമോദിച്ചു. ചടങ്ങ് വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടത്തുന്ന പരീക്ഷകളിലായാലും ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരീക്ഷകളിലായാലും എല്ലാം മേമുണ്ട ഹൈസ്കൂൾ തലയുയർത്തി നിൽക്കുകയാണ്. അതിന് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത് മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ഈ വിദ്യാലയത്തിലെ അധ്യാപകർ തന്നെയാണ്. അധ്യാപകർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു നേട്ടം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കും. 4 തൂണിന്റെ മുകളിലാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ നിലനിൽക്കുന്നത്. അതിലൊന്ന് അധ്യാപകർ തന്നെയാണ്, 2 കുട്ടികളാണ്, 3 രക്ഷിതാക്കളാണ്, 4 പൊതുസമൂഹം. ഈ 4 ഘടകങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക. അങ്ങനെ ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥാപനമാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുവെ വിദൂരങ്ങളിൽ നിന്ന് പോലും ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ നേടാൻ രക്ഷിതാക്കളും കുട്ടികളും ആഗ്രഹിക്കുന്നത് തന്നെ എൻ്റെ കുട്ടിയെ ആ വിദ്യാലയത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ മാക്സിമം പുറത്തെടുക്കാൻ കഴിയുകയും ഉയരങ്ങളിലെത്താൻ കഴിയുകയും ചെയ്യും എന്ന വിശ്വാസമുണ്ട്. 21 കുട്ടികൾക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുക എന്നത് വലിയ കാര്യമില്ല. മികവുന്ന സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം സ്കോളർഷിപ്പ് കിട്ടിയ വിദ്യാലയങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് അതിന് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയം തൊട്ടഭിനന്ദിക്കുക. ആബിദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് P അരുൺരാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ M നാരായണൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ PK ജിതേഷ് എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ OP രാജൻ, P ശശികുമാർ മാസ്റ്റർ, RP രാജീവൻ മാസ്റ്റർ, PK ജയരാമൻ മാസ്റ്റർ, K സന്തോഷ് മാസ്റ്റർ, M സിന്ധു ടീച്ചർ, EM മനോജ് കുമാർ, സുരേഷ് തെക്കേടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. M പ്രിയദർശിനി ടീച്ചർ നന്ദി പറഞ്ഞു.